രാജ്യങ്ങളും കോളനികളും. പോർച്ചുഗലിന്റെ ഏഷ്യയിലെ കോളനിയായിരുന്നു ഗോവ. ആഫ്രിക്കയിലെ കോളനികളായിരുന്നു മൊസാംബിക്, സ്യൂത്ത. അമേരിക്കയിലെ കോളനി ബ്രസീൽ. പോർച്ചുഗലിന്റെ ഏഷ്യയിലെ കോളനി ഗോവ, ആഫ്രിക്കയിലെ കോളനി മൊസാംബിക്, സ്യൂത്ത. അമേരിക്കയിലെ കോളനി ബ്രസീൽ. സ്പെയിനിന്റെ ഏഷ്യയിലെ കോളനി ഫിലിപ്പീൻസ്, ആഫ്രിക്കയിലെ കോളനി കാനറി ദ്വീപുകൾ, അമേരിക്കയിലെ കോളനികൾ മെക്സിക്കോ, പെറു. സ്പെയിനിന്റെ ഏഷ്യയിലെ കോളനി ഫിലിപ്പീൻസ്, സ്പെയിനിന്റെ ആഫ്രിക്കയിലെ കോളനി കാനറി ദ്വീപുകൾ, സ്പെയിനിന്റെ അമേരിക്കയിലെ കോളനി മെക്സിക്കോ, പെറു. നെതർലൻഡ്സിന്റെ ഏഷ്യയിലെ കോളനിയായിരുന്നു ഇന്തോനേഷ്യ. ആഫ്രിക്കയിൽ കേപ്പ് കോളനി, അമേരിക്കയിൽ സുരിനാം, ന്യൂ നെതർലാൻഡ്സ്. ഫ്രാൻസിന്റെ ഏഷ്യയിലെ കോളനി പോണ്ടിച്ചേരി, ആഫ്രിക്കയിലെ കോളനി സെനഗൽ, അമേരിക്കയുടെ കോളനി അമേരിക്കയിലെ ഫ്രാൻസിന്റെ കോളനി ക്യൂബെക്. ഇംഗ്ലണ്ടിന്റെ ഏഷ്യയിലെ കോളനി ഇന്ത്യ, ഇംഗ്ലണ്ടിന്റെ ആഫ്രിക്കയിലെ കോളനി നൈജീരിയ, കെനിയ. ഇംഗ്ലണ്ടിന്റെ അമേരിക്കയിലെ കോളനി ഗയാന, അമേരിക്കയിലെ 13 ഇംഗ്ലീഷ് കോളനികൾ. സ്പെയിനിന്റെ ഏഷ്യയിലെ കോളനി ഗോവയായിരുന്നു. സ്പെയിനിന്റെ ഏഷ്യയിലെ കോളനി ഫിലിപ്പീൻസ്. നെതർലൻഡ്സിന്റെ ഏഷ്യയിലെ കോളനി ഇന്തോനേഷ്യ. ഫ്രാൻസിന്റെ ഏഷ്യയിലെ കോളനി പോണ്ടിച്ചേരി. ഇംഗ്ലണ്ടിന്റെ ഏഷ്യയിലെ കോളനി ഇന്ത്യ. പോർച്ചുഗലിന്റെ ആഫ്രിക്കയിലെ കോളനി മൊസാംബിക്, സ്യൂത്ത. സ്പെയിനിന്റെ ആഫ്രിക്കയിലെ കോളനി കാനറി ദ്വീപുകൾ. നെതർലാൻഡ്സിന്റെ ആഫ്രിക്കയിലെ കോളനി കേപ്പ് കോളനി. ഫ്രാൻസിന്റെ ആഫ്രിക്കയിലെ കോളനി സെനഗൽ. ഇംഗ്ലണ്ടിന്റെ ആഫ്രിക്കയിലെ കോളനി നൈജീരിയ, കെനിയ. പോർച്ചുഗലിന്റെ അമേരിക്കയിലെ കോളനി ബ്രസീൽ. സ്പെയിനിന്റെ അമേരിക്കയിലെ കോളനി മെക്സിക്കോ, പെറു. നെതർലൻഡ്സിന്റെ അമേരിക്കയിലെ കോളനി സുരിനാം, ന്യൂ നെതർലാൻഡ്സ്. ഫ്രാൻസിന്റെ അമേരിക്കയിലെ കോളനി ക്യൂബെക്. ഇംഗ്ലണ്ടിന്റെ അമേരിക്കയിലെ കോളനി ഗയാന, അമേരിക്കയിലെ 13 ഇംഗ്ലീഷ് കോളനികൾ. ത്രികോണ വ്യാപാരം. അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിലെത്തിച്ച് വിറ്റഴിച്ചു. അവിടെ നിന്ന് അടിമകളെ വാങ്ങി അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും വീഞ്ഞും പരുത്തിയും യൂറോപ്പിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യർ നടത്തിയ വ്യാപാരമാണ് ത്രികോണ വ്യാപാരം. വ്യക്തികളും പര്യവേക്ഷണങ്ങളും. പെട്രോ അൽവാരസ് കബ്രാൾ, ബ്രസീൽ. ഫെർഡിനാൻഡ് മഗല്ലൻ ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു. ജോൺ കബോട്ട്, ന്യൂ ഫൗണ്ട്ലാൻഡ്. പ്രിൻസ് ഹെൻറി. പോർച്ചുഗീസ് രാജകുമാരനും പര്യവേക്ഷകനുമായ ഹെൻറി സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചു. 1419 പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചു. സമുദ്രയാത്രകൾ, ഭൂപട നിർമ്മാണം എന്നീ മേഖലകളിൽ നാവികർക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു ഈ സ്കൂളിന്റെ ലക്ഷ്യം. അറ്റ്ലാന്റിക് ദ്വീപുകളുടെ കണ്ടെത്തലുകൾക്കും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ പര്യവേക്ഷണങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. 1419 പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ ആരംഭിച്ചത് പ്രിൻസ് ഹെൻറിയാണ്. എന്താണ് ബുള്ളിയൻ നാണയം? സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ബുള്ളിയൻ എന്ന് വിളിക്കപ്പെട്ടു. സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ബുള്ളിയൻ എന്നറിയപ്പെട്ടു. ബുള്ളിയൻ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവും അതിന്റെ മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഒരു സ്വർണ്ണ നാണയത്തിലെ സ്വർണത്തിന്റെ മൂല്യം അതിന്റെ വിനിമയ മൂല്യമായി പരിഗണിക്കുന്നതിനാലാണ് ബുള്ളിയൻ സമ്പ്രദായം. 1992 ജൂൺ 28 ആ വർഷത്തിലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ജീവനുകൾക്ക് അറുതി വരുത്തിയ ബാൾക്കൻ യുദ്ധത്തിന്റെ കേന്ദ്രമായി കഴിഞ്ഞിരുന്ന സാരായാവോയിലേക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് മിറ്ററാൻഡ് അപ്രഖ്യാപിതവും അപ്രതീക്ഷിതവുമായ ഒരു ദ്രുത സന്ദേശം നടത്തി. എന്തുകൊണ്ടായിരിക്കാം ഫ്രഞ്ച് പ്രസിഡന്റ് സാരായാവോയിലേക്ക് ആ പ്രത്യേക ദിനം തിരഞ്ഞെടുത്തത്? കാരണം ജൂൺ 28 എന്നത് ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡ് സാരാവോയിൽ വെച്ച് 1914 കൊല്ലപ്പെട്ടതിന്റെ വാർഷിക ദിനമായിരുന്നു. ജൂൺ 28 ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡ് സാരായോയിൽ വെച്ച് 1914 കൊല്ലപ്പെട്ടു.
പാൻ സ്ലാവ് പ്രസ്ഥാനവും പാൻ ജർമ്മൻ പ്രസ്ഥാനവും. പാൻ സ്ലാവ് പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണിത്. ബാൾക്കൻ രാജ്യമായ സെർബിയ ഇതിന് നേതൃത്വം നൽകി. ഈ പ്രസ്ഥാനത്തെ റഷ്യ പിന്തുണച്ചു. കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. ബാൾക്കൻ രാജ്യമായ സെർബിയ ഇതിന് നേതൃത്വം നൽകി. പാൻ സ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സെർബിയയാണ്. അതിനെ പിന്തുണച്ചത് റഷ്യയാണ്. ഇതിന്റെ ഉദ്ദേശം കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജരെ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കാനായിരുന്നു. സെർബിയ നേതൃത്വം നൽകി, റഷ്യ പിന്തുണച്ചു. ഇനി പാൻ ജർമ്മൻ പ്രസ്ഥാനം. ജർമ്മനിയുടെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. മധ്യ യൂറോപ്പിലേക്കും ബാൾക്കൻ മേഖലകളിലേക്കും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സൈനിക സഖ്യങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഉയർന്നു വന്ന സൈനിക സഖ്യങ്ങളായിരുന്നു ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യത്തിൽ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. വെയ്സായ് ഉടമ്പടി. ഒന്നാം ലോക യുദ്ധാനന്തരം സഖ്യകക്ഷികളുമായി ജർമ്മനി ഒപ്പുവെച്ച സമാധാന സന്ധിയാണ് വെയ്സായ് ഉടമ്പടി. അതിന്റെ വ്യവസ്ഥകളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിത്തുകൾ പാകിയത്. ഈ ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് കോളനികളുടെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. ജർമ്മനിയെ നിരായുധീകരിക്കുകയും പിഴയായി വൻതുക ജർമ്മനിയുടെ മേൽ ചുമത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ രണ്ടാം ലോക മഹായുദ്ധം വെയ്സായ് ഉടമ്പടിയോടും അതിന്റെ ശില്പികളോടുമുള്ള ജർമ്മൻ കലാപമായിരുന്നു.